ഒരു +2 വിദ്യാർത്ഥിയാണ്, പക്ഷേ വെടിക്കെട്ട് സാക്ഷിയാണ്. അപ്പോൾ +2കാരല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമല്ലോ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ആൻലിയ ബ്രില്യൻ സ്റ്റുഡൻ്റാണ്, കാഞ്ഞിരപ്പള്ളിയിലെ ഒരു മോളാണ്. അതായത് എന്താ ആൻലിയയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വിദേശത്ത് പഠിക്കണം. +2 കഴിഞ്ഞതേ ഉള്ളൂ. +2 കഴിഞ്ഞെങ്കിലും ആളെ IELTS കവർ ചെയ്ത്, +2 വെച്ച് IELTS കവർ ചെയ്ത്. പക്ഷേ വിസയ്ക്ക് കുറേ താമസം വരുന്നു. അതിനകത്തുള്ളിൽ ഒരു കൊല്ലം അങ്ങ് കടന്നു പോകും. ഒരു കൊല്ലം കടന്നു പോകുമ്പോൾ അവളുടെ അമ്മ പറയും, മാതാവ് നമ്മളെ വിളിക്കുന്നുണ്ട്, നമുക്ക് മാതാവ് അങ്ങോട്ട് വിളിക്കേണ്ടേ മക്കളെ, എന്നാലേ നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ, അത് നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അമ്മയും മോളും വന്ന് ഉടമ്പടി എടുക്കും. അമ്മയും മോളും വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവളുടെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു മാനസിക ആ വയസ്സ് നോക്കണം നമ്മൾ, കൊച്ചു കുട്ടിയാണ്. പക്ഷേ അതേസമയം തന്നെ വലിയ വയലാണ് വർത്തമാനമൊക്കെ പറയണത്. പിന്നെ സാക്ഷ്യം വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇടറും. കാര്യം എന്ന് വെച്ചാൽ അവരുടെ പ്രായത്തിൽ ദൈവത്തെ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട രീതി അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ തൊണ്ട ഇടറാണ്. അപ്പോൾ ഒരു ദിവസം അവൾക്ക് പാസ്പോർട്ടിൽ അവർ ഉടമ്പടി തൈലം പൂശിയിട്ട് പ്രാർത്ഥിക്കും പാസ്പോർട്ടിൽ. ഇതൊക്കെ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തിരിക്കണമല്ല കേട്ടോ. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ ഈശോ തോന്നിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്, വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ്. അവരും ഈശോയും തമ്മിലുള്ള സ്വകാര്യമായ വിശ്വാസത്തിൻ്റെ ചില എക്സ്പ്രഷൻസാണ്. അപ്പോൾ അത് മനുഷ്യരുടെ തന്മയത്വത്തിൽ അവർ ചെയ്യണതാണ്. അവർ മനോധർമ്മം അനുസരിച്ച് ഓരോരുടെ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് അവരുടെ മനോധർമ്മമല്ലേ. അവിടെ മനോധർമ്മം പറഞ്ഞ് പാസ്പോർട്ടിൽ ഇങ്ങനെ ഉടമ്പടി തൈലം പൂശിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് സ്മെല്ലടിക്കും, മുല്ലപ്പൂവിൻ്റെ. അതാണ് അവരുടെ വിശ്വാസമാണതേ. ആ വിശ്വാസത്തെ മാതാവ് അക്സെപ്റ്റ് ചെയ്യുവതേ. അപ്പോൾ ഇതെനിക്ക് അമ്മയെ കിട്ടത്തേ ഇല്ലേ ഒരിക്കലും. ഞാൻ എൻ്റെ ദിവസം ഇങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞ് പോകുമോ, ഇവിടെ പഠിക്കാനും പറ്റണില്ല, പുറത്തേക്ക് പോകാനും പറ്റണില്ല. അപ്പം ഞാനിങ്ങനെ നിന്ന് പോകുമോ. എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കയറി പോകണമല്ലോ പഠിച്ച്, നാട്ടിൽ തന്നെ ഉള്ളവരും അവരെല്ലാം ഡിഗ്രി സ്റ്റുഡൻ്റായി പോകുമ്പോൾ ഞാനിവിടെ ഡിഗ്രി എടുക്കാതെ PDC +2 വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിസ കിട്ടത്തേ ഇല്ലേ, അതൊക്കെ ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെയാണ്. അതായത് എന്നിട്ട് ഇവിടെ പാസ്പോർട്ടിൽ ഉടമ്പടി തൈലം വേണ്ടിയിട്ട് കുറിച്ചിടും, വിസ പ്രമാണത്തിൽ കുറിച്ചിട്ട് കഴിയുമ്പോൾ സ്മെല്ലാകുമ്പോൾ തന്നെ ഇവർക്ക് ഫീലാവും. കാര്യം എന്താ, അമ്മ എനിക്ക് വിസ തരും, അമ്മ വന്നല്ലോ, ഞങ്ങളുടെ വീട്ടിൽ അമ്മ വന്നില്ലേ. അപ്പോൾ പപ്പയുടെയും ഡാഡിയുടെയും മമ്മിയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വല്ല സെൻറ്റാവെല്ലാം പൂച്ചിട്ടുണ്ടോ, ഇവിടെ ഭയങ്കര മണമാണല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയും ഇല്ല, ഒന്നുമില്ലെന്ന് പറയും. അപ്പോൾ എന്താ സംഭവിച്ചാൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് കൃത്യമായി വിശ്വസിക്കുന്നു, അമ്മ വന്നതാണെന്ന് വിശ്വസിക്കുമ്പോഴും അവളുടെ ഒരു പ്രശ്നം, അവൾ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഒരു പ്രശ്നം. ചില ഡേറ്റ് ഹോണർ ചെയ്യും, ചിലത് നമ്മൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും. അതാണ് പ്രശ്നം. നമ്മൾ ഡേറ്റ് വെക്കുക, ചില ആൾക്കാർക്ക് ഇപ്പോൾ ഡേറ്റ് വെപ്പ് കൂടുതലാണല്ലോ. ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും, ഹോണർ ചെയ്യത്തില്ല. എന്നാൽ സത്യസന്ധമായിട്ട് ഡേറ്റ് ഹോണറിങ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഡേറ്റ് ഹോണറിങ്. കാര്യം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയം ഒരു വിഷയമാണ്. അതേസമയത്ത് ഡേറ്റ് നമ്മൾ ദൈവത്തിന് ഒപ്പിച്ച് ഡേറ്റ് ഇട്ടാൽ ഇപ്പോൾ തന്നെ സിജോ അതാണത്. അതായത് ഒരു മിനിറ്റ്, സിജിമോളിൻ്റെ സാക്ഷ്യം നമ്മൾ സിജിമോള് നെയ്യാറ്റിൻകര. സിജിമോൾ എന്താ ചെയ്തിരിക്കണത്, സിജിമോൾ ഉടമ്പടി ചെയ്ത് അങ്ങനെ ഇവിടെ വരണമെന്നോ ഉടമ്പടി ചെയ്യണമെന്നോ ആഗ്രഹമുള്ള ആളല്ല. പക്ഷെ സാക്ഷികളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടായി കല്യാണം കഴിക്കാൻ നിൽക്കണല്ലോ, ചേട്ടായി അമ്പനും ബില്ലിനും അടിക്കണില്ല. എന്താ കാര്യത്തിൽ പുള്ളിക്ക് കെട്ടാൻ തോന്നണില്ല മനസ്സിൽ. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, ചില ലേഡീസിനും ഉണ്ടാവും കല്യാണം കഴിക്കാൻ തോന്നാതിരിക്കും. അവരെല്ലാവരും അങ്ങനെയല്ല. ചിലർക്ക് മാനസികമായിട്ട് ഈ രണ്ടുപേരോട് ജീവിക്കണ പൊരുത്തപ്പെടാൻ പറ്റാത്ത മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അതെല്ലാം മാനസിക പ്രശ്നങ്ങളല്ല. അവർക്ക് കല്യാണം കഴിച്ചിട്ട് എന്തിനാണ്, എങ്ങനെ ഒരുമിച്ച് ജീവിക്കണമല്ലോ, അത് വേണ്ട, അതെന്നൊക്കെ അങ്ങനെയൊക്കെ അതിൻ്റെ അകത്തൊരു തൃപ്തി തോന്നാത്ത ആൾക്കാരുണ്ട്. വിവാഹം കഴിക്കുന്നതിൽ ഒരു തൃപ്തി തോന്നാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട്. അതൊരു സെൻസിബിളായിട്ടുള്ള കാര്യമായിട്ട് തോന്നാത്ത ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ അവിടെ എണ്ണ സമൂഹത്തിൽ കൂടി വരുന്നതെന്ന് തോന്നുന്നു.
അപ്പം അങ്ങനെ ഇയാൾ എന്തിനാണ് കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ വീട്ടുകാർക്കറിയാം ഇവൻ അവസാനം ഒരു ടൈം കഴിഞ്ഞാൽ ആരും നോക്കാനുണ്ടാകത്തില്ലല്ലോ. സത്യം, കല്യാണം കഴിച്ചാൽ പോലും നോക്കാനില്ല. എന്നാലും മക്കൾ നോക്കുന്നുണ്ട് ശരിക്കും, അല്ലേ? മക്കൾ നോക്കുന്നുണ്ട്. മക്കളില്ലാത്ത ആൾക്കാരാണ് ഈ അനാഥാലയത്തിലേക്ക് പോകുന്നത്. മക്കളുള്ളവരും പോണില്ലെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. അത് മക്കളുടെയൊക്കെ ഒരു പ്രത്യേക രീതികൾ കൊണ്ടാണ് മാതാപിതാക്കന്മാരോട് കാണിക്കുന്ന. അവർ ആരും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. രണ്ടുപേർക്കും ജോലിയുണ്ട്. ജോലി പോകുമ്പോൾ ജോലി അപ്പനെ നോക്കി വീട്ടിലിരുന്ന ജോലി പോകും. ചില ആൾക്കാർ ജോലി കളഞ്ഞുകൊണ്ട് അപ്പനെ നോക്കുന്നവരുണ്ട്. ചിലർക്ക് അത്രയും ശമ്പളം ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ സഫർ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇതിന് നമ്മൾ എന്ത് ഉടമ്പടി എടുത്താലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അതിൻ്റെ ഒരു ഡിഗ്രി കോഴ്സിലേക്കൊക്കെ വരുമ്പോൾ വല്ല തറാപ്പറയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് തൽക്കാല വിശ്വാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രിസ്തുവിൽ വളരാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് വരും. അവിടെയാണ് പേയ്മെൻറ്റ് വരണത് പ്രശ്നം. ഇപ്പം തന്നെ കണ്ടില്ല, ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇന്നലെ ഞാൻ ഡീൽ ചെയ്ത കേസാണ്. ഭർത്താവുണ്ട്, അതായത് എന്താ സംഭവിച്ചത് ഇന്നത്തെ എന്താ വെച്ചാൽ അവർക്ക് അമ്മ അവരുടെ കൂടെ താമസിക്കുകയാണ്. ഭാര്യയുടെ കൂടെ മകളുടെ കൂടെ അമ്മ താമസിക്കുന്നു. അങ്ങനെ ഭർത്താവും ഭാര്യയും ഭാര്യയുടെ അമ്മയും കൂടി താമസിക്കണം. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങളെയാണെങ്കിൽ 5 പൈസ ഇവളുടെ സ്ത്രീധനം കൊടുത്തിട്ടില്ല. അതേസമയം തന്നെ അങ്ങനെ ഷെയറും കൊടുത്തിട്ടില്ല. അമ്മനെയാണെങ്കിൽ അയാൾ അടിക്കുകയും ചെയ്യും. മകൻ തന്നെ അടിക്കും. അതാണ് വിഷയം. ഇപ്പം മക്കളില്ലെന്നും പറഞ്ഞൊരു നമ്പരയിലേ ഉള്ളൂ. മക്കളുണ്ടെങ്കിൽ ഉണ്ടെന്നും പറഞ്ഞ് 9 നമ്പരം ഉണ്ടാവും. അതാണ് പ്രശ്നം. അത് പല കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മ മകൻ്റെ തല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടി മകൾ കൊണ്ടുപോകുന്നു. അപ്പോഴെന്നാ ഇവിടെ പ്രശ്നമായി. ഇവിടെ എന്താണ്, മകൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അവൻ മകനോട് പറയണം, നീ പെണ്ണുമ്പിള്ള പറഞ്ഞാൽ കേട്ട് പെണ്ണുമ്പിള്ള അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ നീ ഒഴിവാക്കിയെന്ന് പറയുക. അപ്പോൾ അവന് ഇവിടെ ഭാര്യയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റണില്ല, ഭർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പില്ലേ, അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മയുടെ ഭർത്താവും ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളെ കൊണ്ടേ ആക്ക്. അപ്പോൾ ആക്കാൻ അവൾ തയ്യാറല്ല. ഞാൻ പിന്നെ അവളെ കൊണ്ട് തയ്യാറാക്കിച്ച്, അല്ലാതെ പിന്നെ മാർഗ്ഗമില്ലല്ലോ. അവളെ കൊണ്ട് തയ്യാറാക്കിച്ച് നിങ്ങളെ കൊണ്ടേ ആക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകത്തില്ല. ന്യായമായ കാര്യം അതാണ്. വീട്ടിൽ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതേസമയം ഭർത്താവിനെ അവൻ തല്ലും എന്നാണ് പറയണത്. ശരി, എങ്ങനെ നിങ്ങൾ പോലീസിൻ്റെ സഹായം തേട്. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് നമുക്കിത് ഇങ്ങനെ സമൂഹത്തിൽ സംവിധാനങ്ങൾ ഉള്ളതിൻ്റെ കാരണം ചില സമയത്ത് നമ്മളത് ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് പൗലോസ് അപ്പോസ്തലൻ പോലും ഉപയോഗിച്ചില്ലേ? പോലീസിനെയും പട്ടാളത്തിനെയും കോടതിനെയും എല്ലാം ഉപയോഗിച്ച ആളാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പം ചില സമയത്ത് ക്രിസ്തു ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ഇതെല്ലാം നമുക്ക് കൂടുതൽ മസ്റ്റായിട്ട് വരും. അത് ഉപയോഗിക്കണമെന്നല്ല, ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉപയോഗിക്കണമെന്നല്ല. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കേണ്ടി വരത്തില്ലെന്നല്ല, കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഞാനത് കൊണ്ട് തീരുമാനമെടുപ്പിച്ച് വിട്ടു. 5 മിനിറ്റ് നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. 5 മിനിറ്റുള്ള ആ സംഭവത്തിൽ തീരുമാനമായി. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകുന്നൊരു ക്രോസ്, ഇത് ഇപ്പോൾ എല്ലാവർക്കും കുരിശാണ്. അങ്ങോട്ട് തിരിഞ്ഞാലും കുരിശ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അമ്മനെ വിട്ടാലും കുരിശാണ്, അമ്മനെ നിർത്തിയാലും കുരിശാണ്. അതാണ് വിഷയം. അമ്മയെ നിർത്തിയിട്ട് ഇവക്കിട്ട് അമ്മ തലമുണ്ട്, അതാണ് വിഷയം. അമ്മ ഒരു പ്രത്യേക ടൈപ്പ് സംഭവമാണ്. ആടി പാർസൽ കൊടുക്കും മകളുടെ ഔദാര്യത്തിൽ താമസിക്കണമെന്നൊരു ഒരു കഥയുമില്ല. ഭർത്താവ് നിർത്തിക്കൊണ്ട് മകൾക്കിട്ട് അടിക്കും അമ്മ. അപ്പം ഇങ്ങനെ അപ്പം നിർത്തിയാലും കുരിശ്, മറഞ്ഞു വിട്ടാലും കുരിശ്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഡിഗ്രി ക്ലാസ്സാണിത്. ഇതിൻ്റെ അകത്തെല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് പറഞ്ഞില്ലേ? എല്ലാം നമുക്ക് മനസ്സിലാക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ പേയ്മെൻ്റ് ഇല്ല, നിത്യതയിൽ പേയ്മെൻ്റ് ഉള്ള കാര്യങ്ങൾ ചില സമയത്ത് ഹെവി സബ്ജക്റ്റാണ്. അതിൻ്റെ പേയ്മെൻറ്റ് നിത്യതയിലാണ്. അതനുസരിച്ചുകൊണ്ട് മറിയം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പ
എന്നോട് പറഞ്ഞത് എന്താണ്? അപ്പ എന്നോട് പറഞ്ഞത് എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, ദാവീദിന് സിംഹാസനം തരുമെന്നാണ് അപ്പ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ കിടക്കുന്ന കാര്യത്തൊഴുത്തിലാണ്. ആ വചനം വിശ്വസിച്ചിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ അനുഭവിക്കണത് ഭയങ്കരമായ പ്രക്ഷുബ്ധതയിലാണ് ഞാൻ അനുഭവിക്കണത്. പക്ഷേ അമ്മ എന്തുകൊണ്ടാണ് ഫൈറ്റിങ്ങിന് പോകാത്തത്? അവിടെയാണ് വിഷയം. ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ക്രിസ്തു പാഠങ്ങളുടെ ഡിഗ്രി ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാക്ടിക്കലാണ് എന്താണ്? ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ്, ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ, ക്രിസ്തു എന്ന് പറയുന്നത് നിത്യതയും കവിഞ്ഞ് കിടക്കുന്ന വലിയ നമ്മുടെ രക്ഷാകരമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ പേയ്മെൻറ്റ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്താ? വിശ്വാസം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ കണ്ടില്ലേ, അവൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം സത്യം. അവൾ എന്തുമാത്രം സഹിച്ചിട്ടാണ് അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴവളുടെ ലൈഫ് ഭർത്താവ് ആയിട്ട് അവൾ പിരിയാൻ പോകുന്ന കണ്ടീഷൻസ് വന്നുകൊണ്ടാണ് ഞാൻ അമ്മയെ തിരിച്ച് അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാര്യം അവർ മാതാപിതാക്കന്മാർ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈശോയുടെ ഒരു ലൈൻ അതാണ്. കാര്യം ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ്, അമ്മയുടെ വീട്ടിൽ കൊണ്ട് ആക്കണമെന്ന് തന്നെയാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനാണ്. മനസ്സിലായില്ലേ? ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകും ജീവിതത്തിലെ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാവിനതുണ്ടായിരുന്നു. പക്ഷെ അമ്മ എന്ത് ചെയ്ത്? 2:19 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സമയബന്ധിതമായി ഇടപെടുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് ലൂക്കാ 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ എന്താ ചിന്തിച്ചത് മറിയം എന്താ ചിന്തിച്ചതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. പരിശുദ്ധ എലിസബത്തിനെ കണ്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറഞ്ഞത് എന്താണ്? ലൂക്ക 1:45 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:45 കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോഴും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താണ്? കർത്താവ് പറഞ്ഞതാണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. കർത്താവ് പറഞ്ഞതാണ് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്ന്. കർത്താവ് പറഞ്ഞതാണ് ദാവീദിന്റെ സിംഹാസനം അവന് നൽകുമെന്ന്. ഇത് ഇപ്പം നൽകുന്നില്ലെങ്കിലും ഒരിക്കലും നൽകപ്പെടുകയല്ലെന്ന്, ഇത് നൽകാൻ പോകുന്ന കാര്യമാണ്. കർത്താവ് നിന്നെ അരുളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം. കൈ ഇടിച്ച് കർത്താവ് അനുസരിച്ച് അച്ഛനിലൂടെ എന്താ ഈശോ സംസാരിക്കണമെന്ന് അറിയത്തില്ലേ? ചില അനുഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കത്തില്ല സംഭവിക്കുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോകരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഡേറ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വിഷയത്തിന്, ഇപ്പോൾ അവൾ അലിയ ചോദിക്കുന്നത് എന്താണ്? എനിക്ക് ജനുവരി ഇൻടേക്കിനാണ് പോകേണ്ടത്. ജനുവരി ഇൻടേക്കിന് വിട്ടില്ലെങ്കിൽ അവൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിസ പ്രോസസ്സിങ് നടന്ന് അവളെ കിട്ടും. അതിനാണ് പാസ്പോർട്ടിൽ തൈലം തേച്ചപ്പോൾ മാതാവിൻ്റെ സുഗന്ധം ഉണ്ടായത് തരുമെന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ തരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ കിട്ടിയില്ല. കിട്ടാതെ അപ്പോൾ ഇവൾ പെട്ടെന്ന് സങ്കടപ്പെടുന്നുണ്ട്, ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴേ അവളുടെ അപ്പനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പന് അന്ന് മുതലേ പിറ്റേ ആഴ്ച മുതൽ വചനം വായിക്കാൻ തുടങ്ങി. അപ്പന് വചനമൊക്കെ ഇഷ്ടമാണെങ്കിലും വചനം വായിക്കാറില്ല. അപ്പൻ സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വചനം വായിക്കാൻ തുടങ്ങി. കാരണം ഉടമ്പടിയിലുള്ളതാണല്ലോ വചനം, അരമണിക്കൂർ വചനം വായിക്കണമല്ല.
അപ്പന് ഉടമ്പടിയുടെ ഭാഗമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമെന്നല്ലാതെ മകളുടെ ആനുകൂല്യങ്ങളിൽ നമുക്ക് അനുഗ്രഹത്തിലും ശമ്പളത്തിലും നമുക്ക് പങ്കാളിത്തം വേണം. മകളുടെ ആത്മീയതയിൽ നമുക്ക് പങ്കാളിത്തം ഇല്ല. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? മകൾ ഇവിടുന്ന് പോയി യൂറോപ്പിൽ പോയി പഠിച്ച് അവളവിടെ ശമ്പളം കിട്ടി. അവൻ്റെ ശമ്പളം അപ്പം ഒപ്പിട്ട് മേടിക്കും. പക്ഷേ ഇവളുടെ ആധ്യാത്മികതയിൽ അത് നിങ്ങളാരെങ്കിലും ചെയ്തേക്കണം. അതാണ് ഇവിടുത്തെ എല്ലാ പുരുഷന്മാർക്കും വന്നിരിക്കേണ്ട ഒരു അബദ്ധം. ഭാര്യമാരൊക്കെ ഉണ്ടതൊക്കെ ഇങ്ങനെ സംഭവമൊക്കെ ചെയ്യുക, അവരൊന്നും ചെയ്യത്തില്ല. അവർ ചെറിയ സ്മോളൊക്കെ അടിച്ച് അങ്ങനെ കിറങ്ങിയൊക്കെ നടക്കും. അത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പന് പക്ഷേ ഇത് മനസ്സിലായി, താൻ കൂടി ഇതിൻ്റെ അകത്ത് വരാതെ ഇനി ശരിയാകത്തില്ലെന്ന്. പുള്ളിക്കാരൻ അപ്പോൾ സ്വന്തം ഇവരാരും പറയാതെ തന്നെ സ്വന്തമായിട്ട് ഉടമ്പടി ഭാഗമായിട്ട് വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. വചനം പുള്ളിക്കാരൻ വായിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ സ്മെല്ല് സുഗന്ധപൂരമായ വീട് മുഴുവൻ നിറയ്ക്കാൻ തുടങ്ങി. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അനുഭവിക്കാൻ തുടങ്ങി. അന്ന് രാത്രി 3 മണിക്ക് വിസ അടിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതായത് എന്താണ് എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. എന്നുവെച്ചാൽ ഉഭയകക്ഷി, 2 കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറാണ് ശരിക്കും. അടുത്ത നീ ഒരു കക്ഷിയാണ്. നിന്നെ എന്നെയും കക്ഷിയാക്കാൻ ദൈവത്തിന് യാതൊരു സാധ്യതയില്ലാത്തതാണ്. എന്നിട്ടും ദൈവം നമ്മളെ കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ അതൊരു മാറ്റർ ഓഫ് ഇൻറ്റിമസിയാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവമായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണമെന്ന ബോധം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിലും എല്ലാം ആ ബോധം നിലനിർത്തണം. ഞാൻ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തയാളാണ്. ഇപ്പോൾ ഒരു കോതമംഗലത്തെ ചേട്ടനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഇന്ന് വെളുപ്പിനെയാണ് ഞാൻ നോക്കിയത്. ആ ചേട്ടായി ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രങ്ങളിൽ പോണതാണ്. അങ്ങനെയുള്ള പ്രശ്നം ഭയങ്കര പുകവലിയാണ്. ഇപ്പോൾ പുകവലിയൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചല്ലേ, ഇപ്പോൾ പുകവലി ഇല്ല. ഇപ്പോൾ ചാമ്പൊക്കെ ഒട്ടിച്ച് നടക്കില്ല ആൾക്കാർ. ചെറുപ്പക്കാരാണ് അത് ഒട്ടിച്ച് നടക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ചേട്ടായിക്ക് ഇത് നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇവിടുന്ന് പോയിട്ട് വലിക്കാൻ അദ്ദേഹം മറന്നുപോയി. കോതമംഗലത്ത് ചെന്നപ്പോഴാണ് വലിക്കാൻ ഓർത്തത്. ഇടയ്ക്ക് ഇവിടെയൊക്കെ ശരിക്കും പോച്ച് പുകയും വിട്ടുപോണ പാർട്ടിയാണ്. ഇടയ്ക്ക് മറന്നുപോയി. കോതമംഗലത്ത് ചെന്നപ്പോൾ ഓർത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായ ഒരു സങ്കടം തോന്നി. പുള്ളി 2 പുക വിട്ടേച്ചും സിഗരറ്റ് ഒടിച്ച്. പുള്ളി പറഞ്ഞത്, ഇന്ന് വരെ ഞാൻ പലയിടത്തും പോയി ധ്യാനിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അവിടെ വെച്ച് ഒഴിവാക്കും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. പക്ഷേ ഇപ്പോൾ എത്രയോ നാളുകളായി ഞാൻ ഇന്ന് വരെ അത് എടുത്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ദൈവം നിൻ്റെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം, എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് പറയണത്, ദൈവം നമ്മുടെ കൂടെ വരുന്നു എന്നുള്ള ബോധ്യം ചിലർക്കുണ്ടാകത്തില്ല. ചിലർക്ക് സാങ്കേതികമായിട്ട് അവിടെ പോയി കുത്തി, ഇവിടെ പോയി കുത്തി, അവിടെ പറഞ്ഞ് ഇവിടുന്ന് അത് മേടിച്ച് അവിടുന്ന് ഇത് മേടിച്ചൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ന്യൂമറിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഉടമ്പടി ചെയ്ത് പോകുന്നവരുണ്ട്. അവരെ ഞാൻ പറഞ്ഞ വിളിക്കാൻ തേക്കാൻ മിക്കവർക്കും പണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യം നിങ്ങൾ അറിയണം, ബോധം ഉണ്ടാകണം, എവിടെയാണ് വന്നിരിക്കുന്നത്, എന്താണ് ചെയ്യണത്, ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണ്. ഞാൻ ദൈവമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നതുപോലെ എൻ്റെ ജീവിതം പച്ചപിടിക്കാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ എൻ്റെ ഒരു കഴിവില്ല, അത് നീ നിൻ്റെ കൃപയിൽ എനിക്ക് ചെയ്തു തരണം. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം, ഞാൻ ചെയ്തോളാം. ഇതെല്ലാം ഇത് നീ ദൈവമായിട്ട് ആ ഉടമ്പടി നിലനിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം നീ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പാലിക്കണം. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആ മനുഷ്യൻ പുകവലി അവസാനിപ്പിച്ചെന്ന് പറയണം. അപ്പോൾ പുകവലിയുടെ ആനുകൂല്യങ്ങൾ ഇനി എനിക്ക് കിട്ടത്തില്ലല്ലോ. എനിക്ക് ബോറടിക്കുമ്പോഴും എന്തെങ്കിലും മനസ്സസ്വസ്ഥ വരുമ്പോഴും 2 പുക വിട്ടാലല്ലേ എനിക്ക് സമാധാനമുള്ളൂ. ഇപ്പോൾ ഞാൻ അത് വലിയ ആനക്കാരും ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് സിഗരറ്റിനെക്കുറിച്ചൊരു വേദന തോന്നിയാൽ നീ അത് ഉപേക്ഷിച്ചിട്ടില്ല ഒരിക്കലും. നിനക്ക് സന്തോഷം ഉണ്ടാകണം. എന്തെങ്കിലും ക്രിസ്തുവിന് വേണ്ടി, ഇപ്പോൾ തെറ്റായ ഒരു ബന്ധത്തിലാണ്, പ്രണയബന്ധമാകാം,
അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ഭാര്യമാർ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള പുരുഷന്മാരുള്ള ബന്ധമാകാം. പക്ഷെ നീ അത് ഉടമ്പടിയിൽ ഉപേക്ഷിക്കുമ്പോൾ നിനക്ക് സന്തോഷത്തോടെയാണ് നീ ഉപേക്ഷിക്കേണ്ടത്. അല്ലാതെ അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് ഉടമ്പടി കഴിയുമ്പോൾ മറ്റേ ഇനിയിപ്പോൾ എൻ്റെ പഴയതുപോലെ അക്കൗണ്ട് തുടങ്ങിയേക്കാവുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഉടമ്പടി ഇല്ല, ഉടമ്പടിയിലല്ല. നീ വന്ന് വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിച്ചിരിക്കുകയാണ്, ദൈവത്തിനെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നീ ഇതൊക്കെ ചിലപ്പോൾ നിനക്ക് ചുറ്റിക്കളി ഔട്ട് പോസ്റ്റും അതുപോലെ തന്നെ സ്റ്റെപ്പിനെയൊക്കെ ഉണ്ടാകുന്ന പാർട്ടിയാണെങ്കിൽ വിചാരിച്ചോ. അപ്പം നീ വിചാരിക്കണം 90 ദിവസം വരെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ നിൽക്കാം, അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പല കലാപരിപാടി തുടങ്ങാം എന്നൊക്കെയാണെങ്കിൽ നിനക്ക് ഉടമ്പടി നീ ചെയ്യുന്നില്ല. അതാ മനസ്സിലാവും. നീ ഉടമ്പടിയിലല്ല നീ. കാരണം ദൈവത്തിനെ പറ്റിക്കാവുന്ന നേരത്തെ. അപ്പം നിൻ്റെ മനസ്സ് ദൈവത്തിന് അറിയാമല്ലോ, പറ്റിപ്പാണ്, ഉടായ്പം കൊണ്ട് വന്നിരിക്കുകയാണ്, തൽക്കാലം കൈ കാണിക്കാനുള്ള പറ്റിപ്പഴപ്പം പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ വന്ന് പണി മേടിച്ച പോലെ ഇരിക്കും. എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾ ആലപ്പുഴ വന്ന് പണി മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വീട്ടിലിരിക്കാൻ പറ്റേ. അപ്പം നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യുകയാണെങ്കിൽ കർത്താവിനൊരു സന്തോഷത്തെ, അതാണ് സന്തോഷത്തോടെ 13 അധ്യായം. എന്ത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അത് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിനക്ക് സന്തോഷമുണ്ടാകണം. മനസ്സിലായില്ലേ? നീ എന്തെങ്കിലും പാപകരമായോ അല്ല കാര്യങ്ങൾ ദൈവത്തിന് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നിൻ്റെ കയ്യിലുള്ളത് ദൈവത്തിന് വേണ്ടി നീ വേണ്ടെന്ന് വെച്ചാൽ ഒഴിവാക്കിയാൽ നിനക്ക് നിരാശയോടെ സങ്കടത്തോടെയാണെങ്കിൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? സന്തോഷത്തോടെയാണ് ചെയ്യേണ്ടത്. അത് സന്തോഷത്തോടെ ചെയ്താലേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സങ്കടത്തോടെ കാര്യം, ഒരു യുവാവിന് ഭയങ്കര ധനമുണ്ടായില്ലേ, അപ്പോൾ അത് വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ സങ്കടത്തോടെ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് സന്തോഷമോ സങ്കടമോ ഉണ്ടാകട്ടെ. ദ വേർഡ് ഓഫ് ഗോഡ് സന്തോഷത്തോടെ പോയി. 13 അധ്യായം. ശ്രദ്ധിക്കട്ടെ.